നിസ്കരിക്കുമ്പോൾ സഫ് കെട്ടണമെന്നുള്ളത് 1, 2, 3, 4, 5 ഹദീസുകളല്ല, എത്രയോ ഹദീസുകളിൽ ഇസ്തവു ഇസ്തഖീമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിമാരും ഞാൻ നിങ്ങളെ പിന്നിൽ നിന്ന് കാണുന്നുണ്ട്, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും, ഇങ്ങനെ ഒരു യഥാർത്ഥ രൂപത്തിൽ സഫ് കെട്ടിയിട്ടില്ല എങ്കിൽ തോളും കാലും ചേർന്ന് വെക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ വളരെ കൃത്യനിഷ്ഠത ഈ വിഷയത്തിലുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളും ചരിത്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഇത്ര ഗൗരവമാണ്. എന്നിട്ടും എത്ര പള്ളികളിലാണ് ഇമാമുമാർ ഇതൊന്ന് ഓരോ സമയത്തും നിർദ്ദേശം കൊടുക്കാറുള്ളത്? ഇല്ല എന്ന് തന്നെ പറയാം. വളരെ നമ്മളെ പള്ളികളിലുള്ള ചില പള്ളികൾ മാത്രമാണ് അങ്ങനെ കൃത്യമായി ഓരോ നമസ്കാരത്തിനും സഫ് നേരെ നിൽക്കണം എന്ന് പറയുന്നത്. സഹായിമാർക്ക് ഒരു നേരം പറഞ്ഞ കാര്യം മനസ്സിലാവും. എന്നിട്ട് റസൂൽ എല്ലാ നമസ്കാരത്തിനും ഈ കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു എന്നത് ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ്? സഫ് നിൽക്കുമ്പോൾ മടമ്പും വളമ്പും യോജിച്ച് വരണം. സഫിൻ്റെ പിന്നിലേക്ക് കുറേ കാല്, മുന്നിലേക്കൊരു കാല് എന്നല്ല, സഫിൻ്റെ മടമ്പ് കൃത്യമായിരിക്കണം. അതുപോലെ ഷോൾഡറും ഒട്ടി നിൽക്കണം. അങ്ങനെ ഒരു അടുത്ത് നിന്ന ഒരു സാഹോദര്യവും ഐക്യവും ഒരുമയും ഒക്കെ അനുഭവിച്ചറിയുകയും മറ്റുള്ള ആളുകൾ മനസ്സിലാക്കിയും ഇസ്ലാമിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഐക്യം മറ്റുള്ള ആളുകൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടത്.